ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അൽഫാം മന്തി റെസിപ്പിയാണ്. അതിനായി ഒരു ജാറിലേക്ക് ഒരു സവാള, ഒരു പിടി മല്ലിയില, പുതിനയില, ഒരു ഉണ്ട വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 തക്കാളി, 2 മാഗി ക്യൂബ്. ഇനി ഇതിലേക്ക് മന്തി മസാല, ചെറിയ ജീരകം, വലിയ ജീരകം, കുരുമുളക്, കാശ്മീരി ചില്ലി, പച്ചമല്ലി. ഇനി ഇതുകൂടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഈ മസാല കൂട്ടിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം ചിക്കനിലേക്ക് നമുക്ക് ഈ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ചിക്കനിലേക്ക് നമ്മൾ എടുത്ത് വെച്ച മസാലക്കൂട്ടെല്ലാം ചേർത്ത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി അത് ഫ്രിഡ്ജിലിരുന്ന് റെസ്റ്റ് ചെയ്യട്ടെ. കുറഞ്ഞത് ഒരു 15 മിനിറ്റെങ്കിലും ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിത് ഓവർനൈറ്റ് വെച്ചു. അപ്പം അടുത്ത ദിവസമാണ് നമ്മൾ ബാക്കി പരിപാടികൾ ചെയ്തത്. ഞാനിവിടെ കുക്കറാണ് മന്തി വെക്കാനായിട്ട് എടുത്തത്. അപ്പോൾ ആദ്യം കുക്കർ വെച്ചതിന് ശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ആ എണ്ണയിലേക്ക് അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനെല്ലാം നിരത്തി വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. നാരങ്ങയോ വിനാഗിരിയോ ഒഴിച്ചാൽ മതി. ഞാനിവിടെ നാരങ്ങയാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ച് നമുക്ക് ഒരു വിസിൽ വരെ കേൾക്കുന്നത് വരെ അത് വേവിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ആ ചിക്കനെല്ലാം. അപ്പോൾ ആ സ്റ്റോക്ക് അതുപോലെ തന്നെ കീപ്പ് ചെയ്യുക. അടുത്തത് നമ്മൾ വെള്ളമാണ് ചേർക്കുന്നത്. ആ ചിക്കൻ സ്റ്റോക്ക് ഉൾപ്പെടെ നമ്മൾ അരിയുടെ ഇരട്ടി വെള്ളമാണ് എടുക്കാനുള്ളത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിക്കാണ് എടുക്കാനുള്ളത്. ഇനി അതിലേക്ക് ഉപ്പ്, സവാള അരിഞ്ഞത്, ക്യാപ്സിക്കം അരിഞ്ഞത് ഇത്രയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്പൈസസ് ചേർക്കാം. അതിനായി ഒരു മാഗി ക്യൂബ്, ജീരകം, കുരുമുളക്, മല്ലി, ഹോൾ സ്പൈസസ്, ഏലക്ക, പിന്നെ ഉണക്ക നാരങ്ങ ഇത്രയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് കീറിയത് കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച ശേഷം നമുക്ക് അതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി വേകാനായി നമുക്ക് ഒരു വിസിൽ മതിയാകും. അരി വേകുന്ന സമയത്ത് നമുക്കൊരു മറ്റൊരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച മസാലക്കൂട്ടിൽ കുറച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ മസാലയിലേക്ക് ചിക്കൻ നമുക്ക് ഒന്ന് തവ ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ് ഫ്രൈ ആവരുത്, ചെറുതായിട്ടൊന്ന് കുക്കായാൽ മതി. ഓൾറെഡി കുക്കായ ചിക്കനാണ്. അപ്പോൾ ജസ്റ്റ് ബ്രൗൺ കളറിലാവുന്നത് വരെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി റൈസിന് മുകളിലായി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനെല്ലാം നിരത്തി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്ന് കുക്കർ മൂടി വെച്ച് നമുക്ക് 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ അതാണ് നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മന്തി റെസിപ്പിയാണ്. ഇനിയിപ്പോൾ നമ്മുടെ സ്കൂളൊക്കെ തുറക്കുമല്ലേ, ഇതിൽ ആർട്ടിഫിഷ്യൽ കളറോ ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ലഞ്ച് റെസിപ്പി കൂടിയാണ് ഈ മന്തി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണേ. ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.